ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ദ ഹോൾ ന്യൂ TVS Ntorq ബ്ലാക്ക് എഡിഷൻ ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Ntorqനെ പറ്റി നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. ഈ വണ്ടി ലോഞ്ച് ചെയ്ത നാൾ മുതൽ ഇന്ന് വരെ പെർഫോമൻസ് കിങ് ആയിട്ടാണ് ഈ വണ്ടി ഇതിന്റെ സെഗ്മെന്റിൽ നിലകൊള്ളുന്നത്. നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നമുക്കിവിടെ ഒരു വൈസർ കാണാൻ പറ്റുന്നുണ്ട്. അതേ തന്നെ സ്മാർട്ട് എക്സ് കണക്ട് എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ട്രൈ കളർ ബാഡ്ജ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിയെ തന്നെ ഇന്റഗ്രേറ്റഡ് ഉള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുക്കുന്നത് ഹാലോജൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് അപ്പാച്ചെ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള അതേ രീതിയിലുള്ള രണ്ട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ നടുക്ക് ഒരു TVSന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് DRLസും ഹെഡ്ലാമ്പ് യൂണിറ്റ് ഇന്റിഗ്രേറ്റർ ഉള്ള സിസ്റ്റം നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് LED യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുന്നെങ്കിൽ Ntorq ബ്ലാക്ക് എഡിഷനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ Ntorq എന്നുള്ള എഴുത്ത് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മഡ്ഗാർഡ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഫൈബർ പാർട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫൈബറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ താഴേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള അലോയ് വീൽസ് കാണാൻ പറ്റുന്നുണ്ട്. ആ സ്പോർട്സിനെയും പവറിനെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ബ്രൈറ്റ് റെഡ് അലോയ് വീൽസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടയറിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 100-80-12 തന്നെ TVSന്റെ ഓൺ ട്യൂബ്ലെസ് ടയർസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഡിസ്കിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് നമുക്ക് 240 mm ഡിസ്ക് ബ്രേക്ക് ആണ് വിത്ത് സിൻക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ഈ സൈഡിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിക്സ് കാണാൻ പറ്റുന്നുണ്ട്, ഡാർക്ക് എഡിഷനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇവിടെ റൈസ് XP എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നത്. അതേ തന്നെ 125 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫ്ലോർ ബോർഡ് TVS റേസിംഗ് എന്നുള്ള എഴുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലോർ ബോർഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് ഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈസ് എഡിഷന്റെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Ntorq 125 എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ താഴത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ റെഡ് കളറിലുള്ള ഒരു ഫാൻ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡാർക്ക് കളറിലുള്ള സൈലൻസർ ഗാർഡും അതിന്റെ പ്രൊട്ടക്ഷൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സൈലൻസർ യൂണിറ്റ് നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ സീറ്റിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ കുഷനും സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സിനാണ് TVS ഈ വണ്ടിക്കും കൊടുത്തേക്കുന്നത്. അതേ തന്നെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് TVSന്റെ ഫ്യൂലിംഗും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ LED യൂണിറ്റ്സ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതേ തന്നെ T ഡിസൈനിലാണ് നമ്മുടെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ TVSന്റെ ഒരു ലോഗോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് അതിന്റെ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ ടയറിന്റെ ബ്രേക്കിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് 110-80-12 തന്നെ TVSന്റെ ഓൺ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. അതേ തന്നെ റെഡ് അലോയ് വീൽസ് ആണ് ഫ്രണ്ട് കട്ട പോലെ തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ 130 mm ഡ്രം ബ്രേക്ക് ആണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് വിത്ത് സിൻക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് കണ്ട പോലെ തന്നെ Ntorq 125 എന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. റൈസ് എഡിഷൻ എന്നുള്ള ഒരു ബ്ലാക്ക് ഗ്രാഫിക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, ലേഡീസ് ഫുഡ് റെസ്റ്റ്. അതുപോലെ പില്ലിൻ്റെ ഉള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് കണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പുറത്തും ഉണ്ട്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നതെന്ന് വെച്ചാൽ 124.8 cc 3 വാൽവ് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. പിന്നെ ഈ വണ്ടിയുടെ മാക്സിമം പവർ ഫിഗേഴ്സ് വെച്ചാൽ 10.2 PS പവർ ആയിട്ട് 7000 RPM, അതുപോലെ തന്നെ 10.9 Nm ടോർക്കറ്റ് 5500 RPM ആണ് ഈ വണ്ടിക്ക് മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പവർ ഫിഗേഴ്സ്. ഇനി നമ്മൾ വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിമ്മും ബൈറ്റും പാസും ഇൻഡിക്കേറ്ററുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഹോണിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ഓൺ ആക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഗ്നിഷനും വോയിസ് കമാൻഡിന്റെ ഉള്ള സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു മീറ്റർ കൊടുത്തേക്കുന്നെങ്കിലും എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ലാപ്പ് മീറ്റർ വരുന്നുണ്ട്, 0 to 60 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്, നമ്മുടെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ആവറേജ് സ്പീഡ് വരുന്നുണ്ട്, പിന്നെ ഫ്യൂൽ വരുന്നുണ്ട്, നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ടെമ്പറേച്ചർ എത്ര ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഫ്യൂൽ empty എന്നാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ സ്വിച്ച് ഞെക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ റൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, ബെസ്റ്റ് ലാപ്പ് എത്രയെന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രീറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ട്രിപ്പ് B വരുന്നുണ്ട്, പിന്നെ ട്രിപ്പ് F വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ വണ്ടിയിൽ ഈ മീറ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ സൈഡിലത്തെ വാണിംഗ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, ഡിമ്മിന്റെയും ബ്രൈറ്റിന്റെയും വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്കോയിലാണോ പവറിലാണോ എന്നുള്ള വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മാൽ ഫംഗ്ഷന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, ഫ്യൂവൽ ലോഡ് വാണിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ എഞ്ചിൻ FIയുടെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വാണിംഗ്സും കാര്യങ്ങളെല്ലാം ഈ മീറ്ററിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ പോലും ഈ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കേൾപ്പിക്കുന്നത്. നമുക്കിനി ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയൊന്ന് കേട്ടു നോക്കാം.
എൻഡോർക്കിന്റെ സൗണ്ടിനെ പറ്റി നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നറിയാം. ഇറങ്ങിയ നാളെ തൊട്ട് ഇതുവരെ ആ സ്പോട്ടി ഫീൽ വരുന്ന ഒരു സൈലൻസർ തന്നെയാണ് ഈ വണ്ടിക്ക് TVS കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ മീറ്റർ ബ്ലൂടൂത്ത് സപ്പോർട്ടർ മീറ്റർ ആണ്. TVSന്റെ എല്ലാ വണ്ടികളും വരുന്ന പോലെ തന്നെ ബ്ലൂടൂത്ത് സപ്പോർട്ടർ മീറ്റർ ആണ്. സ്മാർട്ടെക്സ് കണക്റ്റുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഫോണിലും അറിയാൻ പറ്റുന്നതാണ്. ആ ഒരു കാര്യം ഞാൻ പറയാൻ നിങ്ങളോട് മുമ്പ് വിട്ടുപോയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എനിക്ക് TVS എൻടോർക്ക് ബ്ലാക്ക് എഡിഷനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ച കോട്ടയം TVS ആണ്. നിങ്ങൾക്ക് ഈ വണ്ടി ഉൾപ്പെടെയുള്ള TVSന്റെ ഏത് വണ്ടിയും നമുക്ക് കോട്ടയം TVSൽ ഫ്രീലി അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ഇട്ടേക്കാം. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.